പട്ടാളത്തിന്റെയും അകമ്പടി വേണ്ട, അവധി വേണ്ട, ശമ്പളം വേണ്ട, അഴിമതി തൊട്ടു തീണ്ടിയിട്ടുമില്ല. പറഞ്ഞു വരുന്നത് DLA കുറിച്ചാണ്. അൽബേനിയയിൽ കഴിഞ്ഞ ദിവസം ചുമതലയേറ്റ മന്ത്രി. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇതൊന്നുമല്ല DLAയുടെ പ്രധാന പ്രത്യേകത. അൽബേനിയൻ മന്ത്രിസഭയിലെ മനുഷ്യനല്ലാത്ത ഏക അംഗമാണ് DLA. പൊതുഭരണ കാര്യങ്ങളും പൊതുചെലവുകളും നിരീക്ഷിക്കുന്നതിനും അഴിമതിരഹിത ഭരണത്തിനുമായി സർക്കാർ നിയമിച്ച AI മന്ത്രിയാണ് DLA. പ്രധാനമന്ത്രി AD രാമ രാജ്യത്ത് ഒരു ഡിജിറ്റൽ മന്ത്രി ഉണ്ടാകുമെന്ന പ്രഖ്യാപനം നടത്തി 1 വർഷം തികയുന്ന വേളയിലാണ് DLA അധികാരമേൽക്കുന്നത്. അൽബേനിയൻ ഭാഷയിൽ സൂര്യൻ എന്നർത്ഥം വരുന്ന വാക്കാണ് DLA. സർക്കാരിന്റെ കരാറുകൾ കമ്പനികൾക്ക് നൽകുക, പൊതു ടെൻഡറുകൾക്ക് മേൽനോട്ടം വഹിക്കുക തുടങ്ങിയവയാണ് AI മന്ത്രിയുടെ ജോലി. പുതിയ മന്ത്രി പൊതു ടെൻഡറുകൾ പൂർണ്ണമായും അഴിമതി മുക്തമാക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ചെറുപ്പക്കാരിയായ ഒരു അൽബേനിയക്കാരിയായാണ് DLA പൊതുജനങ്ങൾക്ക് മുന്നിലും മന്ത്രിസഭയ്ക്ക് മുന്നിലും എത്തുക. രാജ്യത്ത് നൽകപ്പെടുന്ന എല്ലാ ടെൻഡറുകളും DLA വിലയിരുത്തും. ഗവൺമെന്റ് കോൺട്രാക്റ്റുകൾ പരിശോധിക്കും. ഇത്രയുമാണ് AI മന്ത്രിയുടെ വിശേഷങ്ങൾ. വരൂ, ഇനി കമന്റ് ബോക്സിൽ വിദഗ്ധർ എന്താണ് പറയുന്നതെന്ന് നോക്കാം. AI മന്ത്രി അധികാരമേറ്റു എന്ന വാർത്തയിൽ വൈവിധ്യമാർന്ന പ്രതികരണങ്ങളാണ് ഉയരുന്നത്. മലയാളികളുടെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ. AI കൊണ്ടുവരുന്നതിൽ അഴിമതി കാണിക്കും നമ്മൾ. ഇന്ത്യയിൽ എത്തിയാലല്ലേ കേരളത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതുള്ളൂ. AI കൊണ്ടുവരുന്നതിന് 1000 കോടി അടിച്ചു മാറ്റുന്ന ടീമാണ് ഇന്ത്യയിലുള്ളത് തുടങ്ങി നിരവധി കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ മലയാളികളുടെ വകയായുണ്ട്. എന്നാൽ അൽബേനിയയുടെ ഈ സംരംഭം വിജയിച്ചാൽ ഭരണ നിയന്ത്രണം കൈകാര്യം ചെയ്യാൻ ലോകത്തുടനീളം ഇത്തരമൊരു സംവിധാനം വരുമോ എന്ന കാര്യവും ചർച്ചയാകുന്നുണ്ട്. അതുകൊണ്ടുതന്നെ ലോകം ഉറ്റുനോക്കുന്ന രാഷ്ട്രീയ നീക്കം കൂടിയായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്.